മരെ ഞാൻ വന്നേ എല്ലാവരോടും ഇതും പറക്കെന്ന് പറയണം. എല്ലാവരും ഇന്നത്തെ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. ഈദ് മുബാറക് ഓൾ. ഞങ്ങൾ ഇതിനൊക്കെ ഡ്രസ്സൊക്കെ മേടിച്ചില്ലേ ഗൈസ്? പള്ളിയിലൊക്കെ പോയില്ലേ? പോയവരൊന്ന് കമൻ്റ് ചെയ്യണം. എല്ലാവരോടും ഈദ് മുബാറക്. പിന്നെ ഞാൻ ഇപ്പോൾ പുതിയ സർവൈവറാണ്. എന്താന്ന് നിങ്ങൾക്ക് പറയാം ഞാൻ. ബിക്കോസ് നമ്മളെ പഴയ സർവൈവല് ഫുള്ള് കൊളായി ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗാസ്റ്റ് വന്ന് അടിച്ച് കേവൊക്കെ പോകണം. ഫസ്റ്റ് ഞാൻ ഈ വില്ലേജൊക്കെ ലൂട്ട് ചെയ്യട്ടെ. വില്ലേജൊക്കെ ലൂട്ട് ചെയ്തിട്ടാ ഇന്നത്തെ പരിപാടി. ഫസ്റ്റ് ബേസ് ഉണ്ടാക്കണം, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ബ്രെഡ് ഇതെല്ലാതും ഞാൻ എടുക്കും. എവിടെ വെക്കട്ടെ? ഫുഡപ്പം എത്രയാവും? ഇതെന്താ ഫെർന്ന് എല്ലാം കൊടുത്തിട്ട് ബെഡ് കൊടുത്തേക്കാം ഗൈസ്. ഡ്രാഗന് കൊല്ലുള്ളതാണ്, ഇപ്പോൾ എടുക്കണം. അത് നിർബന്ധമാണ്. എന്താണ് സൗണ്ട് തട്ടി ഞാൻ ആയിവ പെർഫെക്റ്റ് കിട്ടി. പെർഫെക്റ്റ് സാധനം ഗൈസ്. ഞാൻ വെച്ച് പൊസിഷൻ. നമ്മളിപ്പോൾ ഒരു വില്ലേജിലാണ്. അറിയില്ലെങ്കിൽ അങ്ങനെ സംസാരിക്കാനൊന്നുമില്ല ഗൈസ്. നമ്മളിപ്പോൾ ഒരു വില്ലേജിലാണ്. ഞാൻ ഇവിടെ എന്താ നോക്കട്ടെ. ഒന്നുമില്ല ഇവിടെ ഗൈസ്. ഈ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് മൈനിങ്ങിനൊക്കെ പോവാം ഗൈസ്. ഫസ്റ്റ് ഞാൻ വില്ലേജിൽ നിന്ന് എല്ലാ ലൂട്ടൊക്കെ എടുക്കട്ടെ. എടുത്തിക്കണതൊക്കെ വില്ലേജിൽ നിന്ന് ലൂട്ടൊക്കെ എടുത്ത് സെറ്റാവണം ഗൈസ്. ഈ വീഡിയോ നോക്കിയിട്ട് ഗൈസ് ഇതൊക്കെ എടുക്കട്ടെ. ഈ ലോഗുകളും ഇതൊക്കെ കൂട്ടിയിട്ട് ഒറ്റടി ഗൈസ്. നേരെ പോവാ. പൊട്ടാറ്റോ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ ഗൈസ്. നമ്മൾ മൈനിങ്ങിന് തന്നെ എടുത്ത് പോകേണ്ടത്. ഇതെന്താ 2 ഡോറ്? ഒരു ഡോർ നമുക്ക് റെൻറ്റിന് എടുത്താലോ ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിളും കിട്ടി ഫ്രീ ആയിട്ട്. ഒരു വുഡ് പോലും നമ്മൾ മൈൻ ചെയ്തിട്ട് എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. കുറച്ചും കൂടി സ്ലോ ആയിപ്പോയി. ഒരു ആക്സ് ഉണ്ടാക്കണം. അയൺ കോളേ ഗൈസ്. അയൺ കോളത്തിന് നമുക്കിപ്പോൾ വേണ്ടിയത് ആവശ്യം. ഒന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടിയാകോ? ഈ സോഡൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. പംകിൻ ഒക്കെ എടുത്തേക്കാ. തലയൊക്കെ ഗൈസ്. ഇനി ഉണ്ടോ വീടുകൾ? ഇവിടെ ഉണ്ടല്ലോ ഉള്ളത്. എന്താ കത്തി. ഇതൊക്കെ പൊട്ടിക്കട്ടെ. ഇതൊക്കെ എന്തിന്? ബ്ലാസ്റ്റ് ഫർണസ് എടുത്തേക്കാം. പിന്നെ കുറച്ചും കൂടി വേഗം സ്മെൽറ്റ് ചെയ്യാൻ പറ്റണം ചാർക്കോളി. ഞാൻ എന്തിനൊക്കെ ഔച്ചയക്കും എനിക്കറിയില്ല. ബ്ലാസ്റ്റ് ഫർണസ്. ഇനി ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. അയൺ കോളം ഗൈസ്. അയൺ കോളത്തിൽ കൊല്ലണം. ഫസ്റ്റ് അടിക്ക് ഇറങ്ങണം. നല്ല ഡാം എടുത്തിട്ട് അങ്ങനെ ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിള് അത് ഞാൻ ഇവിടെ വെക്കട്ടെ.
എന്നിട്ട് ഇതൊക്കെ പ്ലാങ്ക് ആക്കുക. ഈ പ്ലാങ്ക് ആക്കിയിട്ട് ഇത് സ്റ്റിക്കാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സോഡ് ഉണ്ടാക്കുക. എന്നിട്ട് രണ്ട് ബ്ലോക്ക് ഇങ്ങോട്ട് പൊന്തിച്ചിട്ട് അയൺഗോളത്തിന് അടിക്കണം. ഫസ്റ്റ് ഒന്ന് അയൺഗോളത്തിൻ്റെ അടുത്തിക്കട്ടെ. കിട്ടി. ഓക്കെ ഗൈസ്, കിട്ടി. നല്ല ഡാം കിട്ടിയിരുന്നു ഗൈസ്. കൊന്ന് ഗൈസ്. സോ അയൺകോളം കൊന്ന്. ഞാൻ ഇപ്പം ചെയ്യാൻ നോക്കിയത് ആരും ചെയ്യണ്ട, ഞാനും കോപ്പിയും ചെയ്യണ്ട. ചെയ്താൽ നല്ല പണി കിട്ടും. എവിടെ എൻ്റെ ലൂട്ട് വേറെ എടുക്കണോ, അല്ലെങ്കിൽ ഡീസ്പോൺ ആയാലേ പെട്ട്. ഇവിടെ ലൂട്ട് എവിടെ? ലൂട്ടൊക്കെ എവിടെ? ഈ ആർമറൊക്കെ ഇട്ടിട്ട് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്തിട്ടെ. ക്രാഫ്റ്റിംഗ് ടേബിള്, ആൺഗോളത്തിൻ്റെ സോറി. ഗായ്സ്, ആൺകോളത്തിനെ മൂഞ്ചിന്നാ തോന്നുന്നത്. ഇല്ല ഗൈസ്, ഇല്ല. അതെങ്ങനെ 4 ബ്ലോക്ക് ബിൽഡ് ചെയ്യണോ? ഞാൻ ഈ അയൺകോളത്തിന് എങ്ങനെ കൊല്ലു? ഫസ്റ്റ് ടാസ്ക് അയൺകോളത്തിന് കൊല്ലൽ. ഇത് നമ്മളെ ഫസ്റ്റ് ടാസ്ക്കാണ്. വീണ് ഗൈസ്, വീണ്. നമ്മളെ ഫസ്റ്റ് ടാസ്ക്കാണ് അയൺകോളത്തിന് കൊല്ലൽ. ഞാൻ ചെയ്തിരിക്കും. 3 ബ്ലോക്ക് എടുക്കുക. ഇത് മേലക്ക് ബ്രേക്ക് ചെയ്യട്ടെ. ഇതും ബ്രേക്ക് ചെയ്യട്ടെ. ഇതോടെ വീട്ടിൻ്റെ അടിക്ക് അത് പോകണം. ഇത് പൊട്ടിക്കുക. ഇവിടെ പ്ലേസ് ചെയ്യുക. സോറി ഗൈസ്. അപ്പം എൻ്റെ സൗണ്ട് ഒന്ന് പോയിട്ടുണ്ടാവും ചെറുതായിട്ട്. എൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ. ഡീസ്പോൺ ആയാലേ പണി പാടും. ഞാൻ വിചാരിച്ച അയൺകോളത്തിന് ഗൈസ് 4 ബ്ലോക്ക് മതിന്ന്. ഒരു ആക്സ് ഉണ്ടാക്കട്ടെ. പറഞ്ഞായി ആക്സ് വേണം, നിർബന്ധമാണ് ആക്സൊക്കെ. ആക്സും പിക്കാസും ഇവിടെ വെക്കുക. 4 അറ്റാക്ക് ഡാമേജ്, 4 അറ്റാക്ക്, 3 അറ്റാക്ക്, 4 അറ്റാക്ക്. ഈ ഉടൻ ഞാൻ ഇയാളെ ട്രാപ്പ് ചെയ്യട്ടെ. എടാ ഓടിക്കോ. എടാ എന്താടാ, ഞാൻ എന്നെ ട്രാപ്പ് ചെയ്യാനല്ലേ ഇഷ്ടമുള്ളൂ. എൻ്റെ കുറേ വുഡ് ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ അയൺകോളത്തിന് കൊല്ലണ്ടേ. ഏതോ ഒരു കാട്ടിലെ എൻ്റെ സാധനങ്ങളും
ഞാൻ ബ്ലോക്ക് വെച്ചിട്ട് അത് അപ്പോൾ സാറിയ കാട്ടിലാണ്. എവിടെയാണ്? അവിടെ ഞാൻ ഒന്ന് സെറ്റാവട്ടെ ഗൈസ്. ഞാൻ അപ്പം വരട്ടെ ഗൈസ്. ഞാൻ ഒന്ന് സെറ്റായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കുടുക്കി, ആൺകുളത്തിനെ കുടുക്കി ഗൈസ്. പറ്റിച്ച് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവനെ കൊന്നാണ്. ഞാരെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എവിടെ അയാളോടെ? അപ്പോൾ പറ്റിച്ച് ഗൈസ്. അയാൾ കാണാനില്ല ഗൈസ്. നമ്മൾ ഇത്രയും നേരം ടൈം വേസ്റ്റ് ആക്കി. ഹെൽമെറ്റ് കിട്ടെ. അപ്പോൾ ഇത്രയും നേരം ടൈം വേസ്റ്റ് ആക്കിയില്ല. ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. നല്ല സോംബികളും ഇതൊക്കെ വരാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഒരു സോംബിനെ കണ്ടിട്ടുള്ളൂ. രാത്രി സ്മിത്തിങ് ടേബിൾ ഇല്ലേ, ഒരു ബെഡുള്ളൊരു വീടില്ലേ. ഓക്കെ ഗൈസ്. ഓക്കെ അവൻ്റെ ചെസ്റ്റിലും തോന്നാം. എൻ്റെ ബ്രെഡും വീറ്റൊക്കെ അവിടെ പോയി ഗൈസ്. കാണാനില്ല. സാരേ ഗൈസ്. ബ്രെഡും വീറ്റും പോയി, അതൊന്നുള്ളൂ ഗൈസ്. എങ്ങനെ എന്തു പറയാം ഗൈസ്. ഇനി കുറച്ച് മൈനിങ്ങിലാവും ഞങ്ങൾ. കുറച്ച് വുഡ് എന്നാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഗൈസ്. പിന്നെ കുറച്ച് നേരം ഞാൻ ക്വൈറ്റ് ആവും, ഒന്ന് സമാധാനപ്പെടും. ഈ വില്ലേജറിൻ്റെ വീട് എടുത്താൽ മതി നമ്മൾ ബേസ് ആക്കിയിട്ട്. ഞാൻ ഇപ്പോൾ ഒരു ബേസ് ഉണ്ടാക്കാൻ അത്രയും വുഡൊക്കെ ചോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വേണ്ട, വില്ലേജറിൻ്റെ തന്നെ എടുക്കല്ലേ. വുഡ് കഴിയുന്നുണ്ട്. റീച്ച് ഡിസ്റ്റൻസ് റീച്ച് പോലെ. ഇവിടെ ഒരു കേവ് ഉണ്ട്. ഏതോ ഒരു കേവിൽ ഞാൻ അയൺ കണ്ടി. അയൺ അടിക്കണ്ട. ഞാൻ എസ്കേപ്പ് ആവട്ടെ. എന്താ ഉള്ള അവിടെ അടി തിരക്കാനുണ്ട്. എസ്കേപ്പ് ആണ്. ഞാൻ ഒരു ആർമറും ഇല്ല എൻ്റെ. അത് ആർമർ ഉണ്ടെങ്കിൽ ഹലോ അവിടെ ആക്കണാണ്. നല്ല പോവാ നല്ല ഗൈസ്. നല്ല പോവാ. സ്പൈഡർ ഒന്നുമില്ലാതെ ക്ലിയർ ആക്കുക. ഒന്നുമില്ലല്ലോ. എന്നിട്ട് പോയിട്ട് മൈൻ ചെയ്യുക. സ്മെൽറ്റ് ചെയ്യുന്നുണ്ട്. ചാർക്കോളുണ്ട് നമ്മളതിൽ. വിഷമിക്കണ്ട. സ്പൈഡർ കട്ടിന്നോ? ഇല്ല ഗൈസ്. മോൺസ്റ്റർ ഇവിടുത്തെ ഇല്ല. കുറേ ഇത് ഇട്ടുണ്ട് അയണ്. ഡോണ്ട് വറി, ഡയമണ്ട് ആവാൻ നിൽക്കുന്നുള്ളൂ. ഞാൻ പുറത്തേക്ക് ചാട്ടെ. പുറത്ത് പോട്ടെ ഗായ്സ്. എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ സോറി. അയണ് ഓണായിക്കണ്ട. അയണാണ് പിടിച്ച് ഗൈസ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പോവുക. പിന്നെ അയണുണ്ട് അവിടെ ഇല്ല. അയണ് എടുത്തിട്ട് അയണ് എടുക്കുള്ളൂ. ഞാനിപ്പോൾ തൽക്കാലത്തിന് ഞാൻ നല്ല സ്കേർഡാണ്. എൻ്റെ ഫർണസും പോയ ഗൈസ്. എൻ്റെ ഫർണസും പോയാ. എന്ത് കഷ്ടപ്പാട്. എൻ്റെ ഫർണസും പോയി ഗൈസ്. എൻ്റെ ഫർണസും
ഒരു ഫർണസ് പോലും ഇല്ല. മറ്റേ വലിയ ഫർണസ് ഗൈസ്. അതിപ്പോൾ നോക്കണ്ടല്ലേ ഗൈസ്. ഒരു ഫർണസ് ഉണ്ടാക്കുക. എന്തെന്താ സ്മോക്കറാ? അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. സ്മോക്കർ എന്തിനാ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്? കോൾ എടുക്കട്ടെ. ചാർക്കോൾ ഉണ്ട്, വെറുതെ എടുക്കന്നെ. ആവശ്യമുണ്ടെങ്കിലോ. മൊത്തം കോളാണ് ഗൈസ്. ഇതാ ഒരു വെയിന് മൊത്തം കോള്. ഇത്ര മതി കോള്. 10 സ്റ്റോൺ എടുത്തിട്ട് തരാം. അടുത്ത സ്റ്റോണ് ഒരു വലിയ വെയിനാണ് കോളിൻ്റെ. ഒരു ഫർണസ് ഉണ്ടാക്കട്ടെ ഗൈസ്. ഇനി ഇൻവിറ്റോറി പോവുക ഗൈസ്. എന്നിട്ട് ഇൻവിറ്റോറിയിൽ നിന്ന് കൊടുക്കുക. ചാർക്കോൾ ഇപ്പം തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. 10 വേണം ഇതാക്കുക. സോറി, ഇൻപുട്ടാണ് ഞാൻ ഫ്യൂവലാക്കി വെച്ചിരിക്കുന്നത്. സ്മെൽറ്റ് ആവട്ടെ ഗൈസ്. സ്മെൽറ്റ് ആണവരെ നമുക്ക് ഇപ്പം എന്താ ചെയ്യുക? നമുക്കൊരു ആക്സ് ഉണ്ടാക്കണം. ബേസ് ഉണ്ടാക്കാൻ ഒരു ആക്സ് വേണം. റീസ്പോൺ പോയിന്റ് വേണം. ആക്സ് ഇപ്പം നിർബന്ധമാണ്. ഈ 7 ഇതൊന്നുണ്ട് സ്മെൽറ്റ് ആവട്ടെ. സോഡ് ഒരു ആക്സ് വേണ്ടി. അത് ആക്സിനെന്താ സ്റ്റിക്കില്ല. സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് ഒരു വുഡ് ഉണ്ടോ? വുഡൊക്കെ ഉണ്ട്. പ്ലാങ്സ് ചെയ്യണോ? സ്റ്റിക്കോട് സ്റ്റിക്ക് ഇതാ. അത് സ്റ്റിക്ക് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു ആക്സ് ഉണ്ടാക്കുക. ഇത് സ്മെൽറ്റ് ആയി നോക്കട്ടെ. അപ്പോൾ ഇത് സ്മെൽറ്റായി. പിന്നെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. സോഡിന് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ സോഡ് ഉണ്ടാക്കാം. സോഡിന് ബാക്കി ഉണ്ടാവും. നോക്കട്ടെ. ചെസ്റ്റ് പ്ലേസിന് എത്ര വേണം? 1 2 3 4 5 6 7 8 വേണം ഗൈസ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട് ഇപ്പോൾ? എൻ്റെ കയ്യിലിപ്പോൾ 5 6 7 ഒരെണ്ണം കൂടിയാണ്. അതിപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ? ജസ്റ്റ് വേസ്റ്റിനപ്പോൾ ആക്കണം ഗൈസ്. ഒരയണെന്ന് പറഞ്ഞപ്പോൾ കറക്റ്റ് ഒരയണം കിട്ടി. അല്ലല്ലോ, ഇതൊരാണ് അയണമൊന്നുമല്ല. അപ്പം നമുക്ക് ഡയമണ്ട് സോഡൊക്കെ ഉണ്ടാക്കാം. ഇതൊരു വലിയ കേവാണല്ലോ. അതുകൊണ്ടാണല്ലോ കുറേ കിട്ടണ തന്നെ. നമ്മൾ ഇവിടെ തന്നെ പെട്ട് കോൾ ഇതവിടെ ഉണ്ട്. ഇതിൽ കൂടെ ഉണ്ട് ഇറങ്ങുക. അയണം കിട്ടി. സോഡ ഉണ്ടാക്കാൻ പറ്റും. ബൂട്ട് ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ. ബൂട്ട് ഗൈസ്, ബൂട്ട്. ഈ അയണം വേണ്ട കേട്ടെ. ഇതുണ്ട് വെക്കാം. ഇതുണ്ട് ഊരുക. എന്നിട്ട് അതായത് കയറുക. അപ്പോൾ ഇനി ഇതിൽ പോവുക. ചെസ്റ്റ് പ്ലേറ്റ് എടുക്കുക. ചെസ്റ്റ് പ്ലേറ്റ് ഏറ്റവും ആവശ്യം ആർമർ പീസിൽ.
ചെസ്റ്റ് പ്ലേറ്റ് ആവും. ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി. 2 അയൺ എടുത്താൽ 4 അയൺ ബാക്കി ഉണ്ടാവും. അതായിട്ടൊരു ബൂട്ടും ഉണ്ടാക്കുക ഗൈസ്. അതായിട്ടൊരു ബൂട്ടും ഉണ്ടാക്കുക. പിന്നെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും ഒരിക്കലും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു യൂട്യൂബറൊക്കെ ആവണം ഈസി എന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ വേദനയൊക്കെ. എഡിറ്റിങ് മണിക്കൂറുകൾ എഡിറ്റിങ്ങൊക്കെ വേണം ഗൈസ്. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ് പ്ലീസ്. ഇനി ബൂട്ട് ഉണ്ടാക്കാം. ബൂട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. എന്നാൽ ടാറ്റ ബൈ ബൈ.